أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ വധം 933 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 25-26 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ വസ്ദാദൂ 9 ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 25-26 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒരു ഇടക്ക് കയറി വന്ന ഒരു ഉപവാക്യം കഴിഞ്ഞ് വീണ്ടും അഹ്ലുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ ആയത്തുകളിൽ. ഈ സൂറത്തിന്റെ ആദ്യത്തെ പ്രാരംഭത്തിലുള്ള ഏതാനും ആയത്തുകൾ കഴിഞ്ഞാൽ അം ഹസിബ്ത എന്ന് തുടങ്ങുന്ന ആ ഭാഗം മുതൽ ഇന്ന് നമ്മൾ വായിച്ചെത്തിയിരിക്കുന്ന ഈ 26-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതിനിടക്ക് 2 ആയത്തുകൾ, ഇന്നലെ നമ്മൾ വായിച്ച 2 ആയത്തുകൾ ആ വിഷയത്തിന്റെ ഒരു തുടർച്ചയല്ലാതെ എന്നാൽ വിഷയവുമായിട്ട് വേറെ നിലക്ക് ബന്ധമുള്ള വിധത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ 2 ആയത്തുകൾ കൂടി ഈ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വിവരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെ തുടർന്ന് ഉത്ബോധന പ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് തുടർന്നുള്ള ആയത്തുകൾ. ഈ 2 ആയത്തുകൾ ഇതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ അഹ്ലുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിച്ച് അവസാനിപ്പിച്ച ആയത്തുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ആ വിധത്തിലാണ് അതിന്റെ ആശയവും ഭാഷാഘടനയും ഒക്കെ ഉള്ളത് എന്ന് കാണാൻ കഴിയും. ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ ഇല്ലാ യശാ അല്ലാഹു വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖ്റബ മിൻ ഹാദാ റശദ എന്ന 2 ആയത്തുകളിലായിട്ട് അല്ലാഹു വളരെ അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വശം, ഒരു പാഠം പഠിപ്പിക്കുകയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഗൈബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാവിയുമായി ബന്ധപ്പെട്ട അദൃശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികൾ പറയുമ്പോൾ എല്ലായ്പ്പോഴും തന്നെ ഈ ഇൻഷാ അല്ലാ എന്ന് ചേർത്ത് പറയല്
സത്യവിശ്വാസികൾ പിന്തുടരേണ്ട ഒരു ഇസ്ലാമിക മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് കൂടിയാണത്. ആ ഒരു കാര്യം നിർദ്ദേശിക്കുന്ന രണ്ടായത്തുകളാണ്. ഈ രണ്ടായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നൽകുന്ന ഒരു വിവരണത്തില് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ചില തഫ്സീറുകളിൽ അത് വിശദമായി നൽകപ്പെട്ടത് കാണുകയും ചെയ്യും. മക്കയിലെ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് 2-3 പേരെ മദീനയില് യഹൂദരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരാള് പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പ്രവാചകന്മാരെയൊക്കെ നേരത്തെ പരിചയമുള്ളതാണല്ലോ, നിങ്ങൾ പ്രവാചക പാരമ്പര്യത്തിന്റെ ആളുകളാണല്ലോ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഇദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവാചകനാണോ? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മദീനയിലെ യഹൂദ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചതും അവര് ആ ഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് 3-4 ചോദ്യങ്ങള് ചോദിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് മുഹമ്മദിനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കൂ. എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് മുഹമ്മദ് ശരിയായ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകൻ തന്നെയാണ്. അതല്ല, അദ്ദേഹത്തിന് അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം വ്യാജം ചമച്ച് പറയുന്ന ഒരാൾ മാത്രമാണ് എന്നാണ് അവര് ഈ മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ഈ 2-3 ചോദ്യങ്ങള് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതും എന്ന് പറഞ്ഞാൽ അഹ്ലുൽ കഹ്ഫ്, അതുപോലെ മൂസ ഖിളർ സംഭവവും, ദുൽഖർനൈൻ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ടതും, അതേപോലെ തന്നെ നേരത്തെ സൂറത്തുൽ ഇസ്രായിൽ പരാമർശിക്കപ്പെട്ട റൂഹുമായി ബന്ധപ്പെട്ടതുമാണ് ഈ ചോദ്യങ്ങളാണ്. അപ്പൊ അതിനുള്ള ഈ ചോദ്യങ്ങളുമായിട്ട് യഹൂദ പുരോഹിതന്മാരെ കണ്ട് തിരികെ എത്തിയ ഈ മക്കയിലെ ആളുകള്, അവരുടെ നേതാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അതിന് നാളെ ഉത്തരം പറയാം എന്ന് പറഞ്ഞു എന്നാണ് ആ നിവേദനം പ്രകാരം അതിൽ വായിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാ എന്ന് സൂചിപ്പിക്കാതെ അതിനുത്തരം ഞാൻ നാളെ നൽകാം എന്ന വിധത്തില് പറഞ്ഞു എന്നതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഈ വിവരണം വരുന്നത്. അതുപോലെ ഇന്നലെ നമ്മൾ വായിച്ച 2 ആയത്തുകളും വരുന്നത് എന്ന വിധത്തിലുള്ള ഒരു വിവരണം കാണാം. എത്രത്തോളം അത് ആധികാരികമാണ് എന്നത് എനിക്കറിയില്ല. ഞാനത് വിശദമായിട്ട് പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാ എന്ന് പറയാതെ അങ്ങനെ പറഞ്ഞു എന്നത് അല്പം അവിശ്വസനീയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതിന്റെ ഒരു കാരണം, ഇൻഷാ അല്ലാ എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വളരെ കാലം മുമ്പ് തന്നെ ഉള്ളതാണ്. യഹൂദരുടെ സംഭവങ്ങൾ വിവരിക്കുന്ന ഭാഗത്ത് സൂറത്തുൽ ബഖറയിൽ ഒക്കെ തന്നെ ഈ പ്രയോഗം ആ വേദ പാരമ്പര്യമുള്ള ആളുകള് അങ്ങനെ പറയുന്നത് ഒരു ശീലമായിട്ടുള്ളത് ആണ് എന്നതിനാൽ തന്നെ ഭാവിയെക്കുറിച്ച് അങ്ങനെ കൃത്യമായി ഞാനത് ചെയ്യാം എന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സാധ്യത എനിക്കത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇപ്പോ ഈ പൂർവിക വേദങ്ങളുടെ അനുയായികൾക്കിടയിൽ ഇതേപോലെയുള്ള പ്രയോഗങ്ങൾ പ്രചാരത്തിലുണ്ട് നേരത്തെ തന്നെ. ഡിയോ വോളന്റായി എന്നാണ് ഈ ലാറ്റിൻ പശ്ചാത്തലത്തിലുള്ള ക്രൈസ്തവര് ഈ ആശയം പറയാറുള്ളത്. ഡിയോ വോളന്റായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എന്ന അതേ ആശയം തരുന്ന ഒരു പ്രയോഗമാണ് ഡിയോ വോളന്റായി. ഡിയോ എന്ന് പറഞ്ഞാല് ദൈവം എന്നതിന്റെ
ആശയം തരുന്ന ഒരു ലാറ്റിൻ പദമാണ് വോളന്റൈ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇംഗ്ലീഷ് കൾച്ചറിൽ ഗോഡ് വില്ലിംഗ് എന്ന ഒരു പ്രയോഗവും കാണാൻ കഴിയും. ഗോഡ് വില്ലിംഗ് ഐ വിൽ ഡു ഇറ്റ് നെക്സ്റ്റ് ഡേ എന്നാണ്. അപ്പോ ഈ റിപ്പോർട്ടില് യഹൂദര് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടു എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അവർക്ക് മറുപടി നൽകാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിനോട് അതിന് മറുപടി അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് നൽകാൻ തേടിക്കൊണ്ടിരുന്നു എന്നതൊക്കെ ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ഉണ്ടായോ എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇൻഷാ അല്ലാഹ് അതിൽ കൂടുതൽ ആധികാരികമായ കാര്യം അതിനെക്കുറിച്ച് അറിയാൻ കഴിയുകയാണെങ്കിൽ ഞാനത് മറ്റൊരു അവസരത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രമുഖമായ ഒരു റിപ്പോർട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് ഹദീസുകളിൽ തഫ്സീറുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിന്റെ ചില വശങ്ങൾ കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ രണ്ടായത്തുകൾ വലബിസു ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദു തിസ്അ. അത് വലബിസു ഫീ കഹ്ഫിഹിം, അവർ അവരുടെ ആ ഗുഹയിലായിട്ട് കഴിഞ്ഞുകൂടി. സലാസമിഅത്തിൻ സിനീന, 300 വർഷങ്ങൾ. വസ്ദാദു തിസ്അ, അവര് 9 വർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആദ്യത്തെ ആയത്ത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഖുൽ അല്ലാഹു അഅലമു ഖുലില്ലാഹു അഅലമു, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിമാ ലബിസു, അവരെത്ര കാലം കഴിച്ചുകൂട്ടി എന്നതിനെ കുറിച്ച്. ഗുഹയിൽ അവര് എത്ര കാലം വസിച്ചു എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. ലഹു ഗൈബു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അദൃശ്യമായത്, രഹസ്യങ്ങളൊക്കെ, നിഗൂഢതകളൊക്കെ അറിയുന്നവൻ അവനാണ്. അവന്റേതാണ് ആകാശഭൂമികളുടെ പ്രപഞ്ച സാകല്യത്തിന്റെ സകല നിഗൂഢതകളും സകല രഹസ്യങ്ങളും അവന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അബ്സിർ ബിഹി വഅസ്മിഅ, അവൻ എത്ര നന്നായി കാണുന്നവനാണ്, എത്ര നന്നായി കേൾക്കുന്നവനാണ്. അബ്സിർ ബിഹി, അവൻ അബ്സിറാണ്. അബ്സിർ എന്ന് പറഞ്ഞാൽ ബസർ ഏറ്റവും നന്നായി ഉള്ളവൻ, കാഴ്ച ഏറ്റവും സൂക്ഷ്മമായിട്ടും വിശാലമായിട്ടും കാണാൻ കഴിയുന്നവൻ. വഅസ്മിഅ, അതുപോലെ ഏറ്റവും നന്നായി കേൾക്കുന്നവൻ. എത്ര നന്നായിട്ട് കാണുന്നു, എത്ര നന്നായി കേൾക്കുന്നു. വളരെ കൗതുകകരമായ ഒരു 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 ക്രിയാരൂപമാണ് ഈ രണ്ടും, അബ്സിർ അതുപോലെ അസ്മിഅ എന്നത്. അപ്പോ അബ്സറും അസ്മയും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇത് അതിന് വ്യത്യസ്തമായി ഒരു ഭാഗികമായിട്ട് നാമവും ഭാഗികമായിട്ട് ക്രിയയും ആവുന്ന ഒരു ഫോം, അങ്ങനെ ഒരു ഫോമിലാണ് ഈ രണ്ട് പദങ്ങൾ. അപ്പൊ അബ്സുർ ബിഹി വാസ്മ്യ, എത്ര നന്നായി കാണുന്നവൻ, അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രയോഗം. എത്ര നന്നായി കേൾക്കുന്നവൻ. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, ഉലകർക്കായിട്ട് ആർക്കും അവനെ കൂടാതെ ഒരു രക്ഷകനും ഇല്ല. മാലഹും, അവർക്കായിട്ടില്ല. മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, അവനെ കൂടാതെ. മിൻ വലിയ്യിൻ, ഒരു രക്ഷകനുമില്ല. ഈ പ്രപഞ്ച സാകല്യത്തിലെ സകലർക്കുമായിട്ടുള്ള വലിയ അള്ളാഹുവാണ്. അവിടെ ഒരുത്തനും ഒരാൾക്കും തന്നെ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു വലിയില്ല. എല്ലാവരുടെയും രക്ഷകനായിട്ട്, എല്ലാവരുടെയും മേൽനോട്ടക്കാരനും അവരുടെ റബ്ബും വലിയും ഒക്കെ ആയിട്ടുള്ളത് അള്ളാഹുവാണ്. വലാ യുശ്രികു ഫീ ഹുക്മിഹി, തന്റെ ആധിപത്യത്തിൽ അവൻ ഒരാളെയും പങ്കാളിയാക്കുന്നില്ല. അഹദ, ഒരാളെയും. വലാ യുശ്രികു ഫീ ഹുക്മിഹി, അവന്റെ ആധിപത്യത്തില്, അവന്റെ അധികാരത്തില് അവൻ ഒരാളെയും പങ്കാളിയാക്കുന്നുമില്ല.
അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും പങ്കാളിയായിട്ട് ആരെങ്കിലും പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യാജമാണ്. അതിലൊരാൾക്കും പങ്കില്ല. അദൃശ്യം അറിയുക എന്ന കാര്യത്തിൽ പോലും ഒരാൾക്കും പങ്കില്ല. നാളത്തെ സംഗതി ഇന്ന് തന്നെ പറഞ്ഞു വെക്കാൻ കഴിയുന്നവനായിട്ട് പോലും ആരുമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെ ഒന്നാകെയുള്ള സകല നിഗൂഢതകളും അതിന്റെയൊക്കെ ഗൈബ്, സകല രഹസ്യ തലങ്ങളും, മറഞ്ഞു കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലും അധികാരത്തിലും ഒക്കെ പെട്ടതാണ്. ഏറ്റവും നന്നായി കാണുന്നവനും ഏറ്റവും നന്നായി കേൾക്കുന്നവനും ആണ് അള്ളാഹു. വളരെ നന്നായി കാണുന്ന, വളരെ നന്നായി കേൾക്കുന്ന, നിഗൂഢതകളൊക്കെ, രഹസ്യം അതുപോലെ അദൃശ്യമായത് ഒക്കെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അവൻ. അവന്റെ അധികാര പരിധിയിൽ അതിൽ പങ്കാളിയായിക്കൊണ്ട് ആരും തന്നെ ഇല്ല. അപ്പോ രഹസ്യം അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവനൊക്കെ അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രമാണ് പ്രപഞ്ച സാകല്യത്തിലെ സകലരുടെയും സകലരുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് ഇവിടെ പറയുമ്പോൾ അത് മറ്റൊരാൾക്കും അള്ളാഹു അതിന്റെ പങ്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുകൂടി ഇവിടെ പറയുകയാണ്. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. അവന്റെ അധികാരത്തിൽ, അവന്റെ ആധിപത്യത്തിൽ, അവന്റെ ആ നിയന്ത്രണത്തിനുള്ള അവന്റെ ആ ഭരണത്തിൽ ഒരാൾക്കും അവൻ പങ്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ സൂചിപ്പിച്ച ആ കാര്യം, നാളെ വരാനുള്ളത്, നാളെ നടക്കാൻ പോകുന്നത് എന്നത് നമ്മൾ ഉറപ്പിച്ച് ഇന്ന് തന്നെ അത് ഞാൻ നാളെ ചെയ്യാം എന്ന വിധത്തില് ഉറപ്പ് നൽകുന്ന വിധത്തിൽ ഒരു കാര്യത്തിലും ആരും പറഞ്ഞുകൂടാ. അത് അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അവനാണ് ഏറ്റവും നന്നായി കാണുന്നവനും ഏറ്റവും നന്നായി കേൾക്കുന്നവനും. അവന് കാലത്തിന്റെ ഒരു സീമ അവന്റെ മുന്നിലില്ല. ഒരു മറയിട്ടിട്ടില്ല ഒന്നിനും. വരാനിരിക്കുന്നതിനും കഴിഞ്ഞു പോയതും വർത്തമാനകാലത്തിൻ്റെതുമായ സകല കാര്യങ്ങളും മറയില്ലാതെ കാണാനും അറിയാനും കഴിയുന്നവനാണ് അള്ളാഹു. ആ ഒരു കഴിവില്, അള്ളാഹുവിന്റെ ആ ഒരു ഹുക്കുമില് അവനൊരാളെയും ശരീക്കായിട്ട് പങ്കാളിയായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നുവെങ്കിൽ, ഉറപ്പിച്ചു പറയുന്നുവെങ്കിൽ അവൻ വ്യാജനാണ്, സംശയമൊന്നുമില്ല. അത് എന്ത് ഔലിയ പട്ടം തലയിൽ എടുത്തു വെച്ചു കൊടുത്താൽ പോലും അത് ഹക്കാവുകയില്ല. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള പറച്ചിൽ മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം അള്ളാഹുവിന്റെ മാത്രം അറിവിലും അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലും പെട്ട കാര്യങ്ങളാണ് ഈ ഗൈബായ കാര്യങ്ങളൊക്കെയും തന്നെ. മറഞ്ഞു കിടക്കുന്നതും വരാനിരിക്കുന്നതും ഒക്കെയായ കാര്യങ്ങൾ. അത് ഇങ്ങനെ ആകും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് ഉറപ്പിച്ച് ആരും വരാനിരിക്കുന്ന സമയത്തെ കുറിച്ച് പറഞ്ഞുകൂടാ. അത് അള്ളാഹുവിന്റെ മേഖലയിലേക്ക് കടന്നു കയറലാണ്. അങ്ങനെ ഒരു ശരീക്കിനെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട വർഷങ്ങൾ, അവരുടെ ഗുഹയിൽ 300 വർഷങ്ങൾ കഴിച്ചുകൂട്ടി. വസ്ദാദു തിസ്അ, അവര് 9 വർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് സംബന്ധമായി വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്നത് അള്ളാഹുവിന്റെ വചനമായിട്ട് മനസ്സിലാക്കുന്ന ആളുകള് ഖുർആൻ പഠിതാക്കളുടെയും ഖുർആൻ മുഫസ്സിറുകളുടെയും കൂട്ടത്തിലുണ്ട്. അള്ളാഹുവാണ് ഈ വാചകം പറയുന്നത്.
ഇവിടെ പരാമർശം അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അവര് ഗുഹയിൽ 300 വർഷം കഴിച്ചുകൂട്ടി. വസ്ദാദു തിസ്അ, അവര് 9 വർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നത്. അപ്പൊ ഈ 300 വർഷം കഴിച്ചുകൂട്ടി എന്ന് പറയുന്നത് അള്ളാഹു ആണ് എങ്കിൽ ആ കണക്ക് വളരെ കൃത്യമാണ്. 309 വർഷം അല്ലെങ്കിൽ 300 വർഷം, പിന്നെ അവർ 9 വർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇത് അള്ളാഹു അവരുടെ വാസകാലത്തെ കുറിച്ച്, ഗുഹയിൽ കഴിഞ്ഞു കൂടിയ കാലത്തെ കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തുകയാണ് എന്ന നിലക്ക് പലരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്നുള്ള വാചകം ഒരു സങ്കീർണതയുള്ളതാണ്. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു, പറയുക അവരെത്ര കാലം കഴിഞ്ഞു എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് പിന്നെ അവിടെ പറയുന്നതിന് ഒരു സാങ്കത്യമില്ലായ്ക കാണാൻ കഴിയും. മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ അഭിപ്രായങ്ങൾ കൃത്യതയുള്ളതല്ല എന്ന ഒരു സൂചനയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ മറ്റൊരു വായനയുള്ളത്, ഈ ഇടവാചകം, ഈ ഉപവാക്യങ്ങൾ ഉണ്ടല്ലോ, ഇൻഷാ അല്ലാ സംബന്ധമായിട്ട് പറഞ്ഞ 2 ആയത്തുകൾ, അതിന്റെ മുമ്പ് നടത്തിയ ആ നിരീക്ഷണങ്ങൾ, സയഖൂലൂന സലാസത്തുൻ റാബിഉഹും, അവര് പറയും അവര് 3 പേരാണ്, 4-മൻ റാബിഉഹും കൽബുഹും, 4-മൻ അവരുടെ നായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ വാചകം, അതിന്റെ തുടർച്ചയായിട്ട് അതിനോട് ചേർത്തുകൊണ്ട് പറയുന്ന വലബിസൂ ഫീ കഹ്ഫിഹിം, ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സംഗതി ഈ കാര്യം കൂടി അതിനോട് ചേർത്ത് പറയാണ്. ഇതും ആളുകൾ പറഞ്ഞത് തന്നെയാണ്. അവര് 3 പേരായിരുന്നു, 4-മൻ നായയായിരുന്നു, 5 പേരായിരുന്നു, 6-മൻ നായയായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ആരാണോ അവര് തന്നെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയ ആളുകൾ ഇതുകൂടി പറഞ്ഞു എന്ന് ചേർത്ത് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടന ഈ ആയത്തിനുണ്ട്. ഈ വാവ് കൊണ്ട് തുടങ്ങുന്നത് തന്നെ അതിലേക്ക് ചേർത്ത് പറയുന്ന ഒരു വ്യാകരണ ശൈലിയാണ്. അപ്പോ വലബിസു ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീൻ, നേരത്തെ അവർ 3 പേരായിരുന്നു, 4-മൻ നായയായിരുന്നു, 5 പേരായിരുന്നു, 6-മൻ നായയായിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ തുടർച്ചയായിട്ട് തന്നെ അവര് 300 വർഷം ആ ഗുഹയിൽ കഴിഞ്ഞു. അവര് 9 വർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ചിലര്, അവരിൽപ്പെട്ട ചിലര് 309 വർഷം എന്നാണ് പറയുന്നത്. ചിലര് പറഞ്ഞത് 300 വർഷം എന്നാണ്, വേറെ ചിലര് 309 വർഷം എന്ന്. ഇനി മറ്റൊരു ആംഗിളിൽ അത് വായിക്കുമ്പോ അവര് ഗുഹയില് 300 വർഷം കഴിച്ചുകൂട്ടി, വസ്ദാദു തിസ്അ, 9 വർഷം കൂടി അധികരിപ്പിച്ചു എന്ന് പറയുമ്പോ ആ വർദ്ധിപ്പിച്ച ആളാരാണ് എന്നൊരു ചോദ്യം. അത് ഈ ഗുഹയിൽ കഴിച്ചുകൂട്ടി എന്ന അവര് തന്നെ 9 വർഷം കൂടി അവിടെ അധികമായിട്ട് കഴിഞ്ഞു എന്ന പ്രയോഗമായിട്ടും മനസ്സിലാക്കാം. അപ്പോ അതിന്റെ ഫായില്, അറബി വ്യാകരണ പ്രകാരം അതിന്റെ ഫായില്, അതിന്റെ സബ്ജക്റ്റ് ഈ ലബിസു എന്നതിന്റെ അതേ സബ്ജക്റ്റ് ഗുഹയിൽ കഴിഞ്ഞു എന്നാണല്ലോ. അതിൽ കഴിഞ്ഞത് ഈ ഗുഹാവാസികളാണ്. ഈ ഇസ്ദാദ എന്ന വർദ്ധിപ്പിച്ചു എന്നതും അവര് തന്നെ. അപ്പോ എണ്ണം പറയുന്നതിന് അള്ളാഹു സ്വീകരിക്കുന്ന വ്യത്യസ്തമായ ഒരു ശൈലി, അത് പഴയ കാലത്ത് സാഹിത്യത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു ശൈലിയുണ്ട്. ഇപ്പൊ 78 എന്ന് പറയുന്നതിന്, നേരിട്ട് പറയുന്നതിന് പകരം 8 and 17 അല്ലെങ്കിൽ 70 and additionally 8 എന്നൊക്കെ പറയുന്ന ഒരു രീതി, ആ നിലക്ക്
വിവരണത്തിന്റെ ഭാഗമായിട്ട് 309 എന്ന് നേരിട്ട് പറയുന്നതിന് പകരം 300-ഉം പിന്നെ 9-ഉം എന്ന് ആഡ് ചെയ്യുന്ന ഒരു രീതിയിലും ഇതിനെ വായിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള വായനാ സാധ്യതകൾ ഇതില് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഗുഹക്കാരുടെ ജീവിതം, അവരുടെ ഗുഹയിൽ കഴിഞ്ഞുകൂടിയ കാലത്തെ കുറിച്ചുള്ള ജനങ്ങൾ പറഞ്ഞ നിരീക്ഷണം അള്ളാഹുവിടെ പരാമർശിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വലിയ ന്യായമുണ്ട്. തുടർന്ന് പറയുന്ന വാചകം അതിന് പ്രേരിപ്പിക്കുന്ന ആ ഒരു വായന ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് തുടർന്നുള്ള വാചകം. പറയുക ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അല്ലാഹു അഅലമു ബിമാ ലബിസു, അവരെത്ര കാലം അവിടെ കഴിഞ്ഞുകൂടി എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ഈ 300-ഉം കൂടാതെ 9-ഉം എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങള് അള്ളാഹുവിൻ്റെതല്ല, അത് ജനങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ്. അള്ളാഹുവിനാണ് കൃത്യമായ ഇവരെത്ര കാലം കഴിഞ്ഞു എന്നതിനെ കുറിച്ച് കണക്ക് അറിയുക എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോ ഗുഹയില് ഈ ആളുകൾ തങ്ങിയ കാലം എത്രയെന്ന് ഖുർആൻ വെളിപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ആ കാര്യം ദീർഘമായ ഒരു കാലമാണ് എന്നത് മാത്രമേ ഖുർആൻ സൂചിപ്പിക്കുന്നുള്ളൂ. എത്ര കാലം എന്നതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 300-ഉം 309-ഉം എന്നൊക്കെയുള്ള വിധത്തിൽ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അതല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ട്. അള്ളാഹുവിന് മാത്രമേ അവരെത്ര കാലം അവിടെ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുകയുള്ളൂ എന്ന ഒരു കാര്യമാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ അവരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യതയോടുകൂടി ഖുർആൻ ഒന്നും പറയാതിരിക്കുന്ന പോലെ തന്നെ എത്ര കാലം അവർ കഴിഞ്ഞു എന്നതിനെ കുറിച്ചും കൺക്ലൂസീവായിട്ട് ഖുർആൻ ഒന്നും പറയാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം അവരുടെ എണ്ണമോ കൃത്യമായിട്ട് എത്ര കാലം എന്നതല്ല ഇവിടെ പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള കാര്യം. മറിച്ച് ഒരു സംഘം അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി നാടുപേക്ഷിച്ച് പോവുകയും അവരുടെ യാത്രക്കിടയിൽ ഒരു ഗുഹയിൽ തൽക്കാലത്തേക്ക് കയറി തങ്ങുകയും ചെയ്ത് ദീർഘമായ ഒരു കാലം അവര് അവിടെ ഉറങ്ങിക്കിടക്കുകയും പിന്നീട് മരിച്ചുപോയ, നൂറ്റാണ്ടുകൾ മുമ്പ് മരിച്ചുപോയ ആളുകൾ കണ്ണു തുറന്നു വരുന്ന വിധത്തില് അവര് കണ്ണു തുറന്നു വരികയും ചെയ്യുന്നു എന്നതാണ്. ഇത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, AD 250-ലാണ് സീസർ ഡീഷ്യസിന്റെ കാലത്ത് ഈ യുവാക്കള് നാട്ടിലെ ഡീഷ്യസ് രാജാവിന്റെയും അയാളുടെ സിൽബന്തികളുടെയും ഒക്കെ അക്രമമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാടുവിടുന്നത്, എന്നിട്ട് ഈ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നത്. ഡീഷ്യസ് രാജാവ് എഫീസസില് സ്ഥാപിച്ചിരുന്ന ഡയന ക്ഷേത്രത്തില് ഡയാന ദേവതക്ക് പൂജകൾ അർപ്പിക്കാനാണ് അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ ബഹുത്വം കൈവെടിഞ്ഞുകൊണ്ട് ഈസ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ് ഈ യുവാക്കൾ ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് ഡീഷ്യസ് രാജാവ്, ക്രൈസ്തവ സ്രോതസ്സിലുള്ള ഒരു വിവരണ പ്രകാരം ഈ ആളുകള് ഡീഷ്യസ് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും അദ്ദേഹം അവരോട് അങ്ങേയറ്റത്തെ കഠിനമായ വിധത്തിൽ കോപിച്ചുകൊണ്ട് അവരെ തല അറുത്ത് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നും, തുടർന്ന് അല്പം ശാന്തതയോടുകൂടി അവർക്ക് 3 ദിവസം കൂടി അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് എന്നും ഒരു വിവരണത്തിൽ കാണുന്നുണ്ട്. 3 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ ഡയന ദേവതയെ പൂജിക്കുന്നവരായി തിരിച്ചു വരുന്നില്ലെങ്കിൽ, ഞങ്ങളൊക്കെ പോലെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഡയനയെ പൂജിക്കുന്നവരായി മാറുന്നില്ലെങ്കിൽ, ഈ വിശ്വാസവുമായിട്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങളുടെ 3 ദിവസത്തിനകം അല്ലെങ്കിൽ 3 ദിവസം കഴിയുന്നതോടെ നിങ്ങളെ വകവരുത്തുന്നതാണ് എന്ന വിധത്തില് രാജാവ് അവർക്ക് താക്കീത് നൽകി. അതിനെ തുടർന്ന് അവര് വേഗം അവിടുന്ന് സ്ഥലം വിടുകയാണ്. അങ്ങനെയാണ് ഈ ഗുഹയിൽ എത്തുന്നത് എന്നതാണ് വിവരം.
അപ്പോ ഡീഷ്യസിന്റെ കാലശേഷം എഫീസസ് പ്രദേശം ഉൾപ്പെടെയുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലേക്കും ക്രൈസ്തവത വ്യാപിക്കുകയും റോം വലിയ ഒരു സാമ്രാജ്യം എന്നുള്ള നിലക്ക് തന്നെ ക്രിസ്ത്യാനികൾ മാത്രം അധിവസിക്കുന്ന ഒരു പ്രദേശമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ AD 447 ആണ് ആ സ്രോതസ് പ്രകാരം ഈ 7 ആളുകൾ എഫീസസിൽ ഉറങ്ങിക്കിടന്ന ഈ 7 ആളുകൾ ഉറക്കമുണർന്നു വരുന്നത്. ആ കാലത്ത് അവിടെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത് സീസർ തിയോഡീഷ്യസ് എന്ന് പേരുണ്ടായിരുന്ന ഒരു ചക്രവർത്തിയാണ്. അയാൾ വലിയ ക്രൈസ്തവ മതവിശ്വാസത്തില് ആത്മാർത്ഥത കാണിച്ചിരുന്ന ഒരു ഭക്തനായ ഒരാളായിരുന്നു എന്നാണ് സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അയാളുടെ കാലത്ത് ക്രൈസ്തവതയുടെ തന്നെ പല വിധത്തിലുള്ള ജീർണതയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്കിടയിൽ അന്ത്യനാളിനെ കുറിച്ചും പാരത്രിക ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള നിഷേധം, അതിൽ വിശ്വാസമില്ലായ്ക പടർന്നു പിടിക്കുന്ന ഒരു കാലം. അപ്പോ സീസർ തിയോഡീഷ്യസ് പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് ആ സ്രോതസ്സുകളിൽ കാണാൻ പറ്റുന്നത് പാരത്രിക ജീവിതത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കുന്ന ഒരു അനുഭവം അവർക്ക് നൽകണമേ എന്ന വിധത്തിലാണ് സീസർ തിയോഡീഷ്യസ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ആ സ്രോതസ്സിൽ പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് പാരത്രിക ലോകത്തിൽ വിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വല്ലതും, ഒരു അസാധാരണത്വമുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിപ്പിക്കണേ എന്ന് ഇദ്ദേഹം, ഈ രാജാവ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ അസ്ഹാബുൽ കഹഫ് കണ്ണു തുറന്നു വരുന്നത്. അങ്ങനെ ഇവര് കൂട്ടത്തിൽ ഒരാളെ നാണയങ്ങളുമായിട്ട്, വെള്ളി നാണയങ്ങളുമായി പട്ടണത്തിലേക്ക് പറഞ്ഞയച്ച് ഭക്ഷണം വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആളുകൾക്ക് സംശയം തോന്നുകയും ഇവര് എവിടുന്നോ നിധി കിട്ടിയിട്ടുള്ള ആളുകളാണ് എന്ന വിധത്തില് ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും രാജാവിന്റെ അടുക്കൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുകയും പിന്നെ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവര് താമസിച്ചിരുന്ന ആ ഗുഹയുടെ അടുക്കലേക്ക് വരികയും അവരെ കാണാനിടയാവുകയും അവരൊക്കെ അവരുടെ ജീവിതാനുഭവം അവരെ സാക്ഷ്യപ്പെടുത്തിയതിനെ തുടർന്ന് അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെ മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നതൊക്കെയാണ് ആ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ആ സ്രോതസ് പ്രകാരം 196 വർഷങ്ങൾ അല്ലെങ്കിൽ 197 വർഷങ്ങൾ ആണ് ഈ ഗുഹയിൽ തങ്ങിയിരുന്ന ആളുകള് ഗുഹയിൽ വസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് സ്രോതസ് വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ അത് ചരിത്ര ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗിബൺ എന്ന് പറഞ്ഞ ചരിത്രകാരനൊക്കെ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ, ഇത് സംബന്ധമായിട്ടുള്ള വിവരണങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോ ആ ചരിത്ര വിവരണങ്ങളെ ശരിയായിട്ട് നമുക്ക് കാണാൻ വേണമെങ്കിൽ ആ ഒരു ആംഗിളില് അതിനെ നോക്കി കണ്ടുകൊണ്ട് ഖുർആന്റെ ആയത്തുകളെ ഉൾക്കൊള്ളുന്നതിന് ഈ ഭാഷാപരമായിട്ട് ഈ ആയത്തിന്റെ ഘടനാപരമായിട്ട് യാതൊരു തടസ്സവും ഇല്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പൊ ഈ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മക്കയിലെ ആളുകൾ യഹൂദരുടെ പ്രേരണ പ്രകാരം ചോദിച്ച ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗുഹയിൽ തങ്ങിയ അസാധാരണമായ അനുഭവം ഉണ്ടായിരുന്ന ആളുകളുടെ കഥയാണ്. അതാണ് അതിന്റെ കൃത്യതയോടുകൂടി അള്ളാഹു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങള് അവ്യക്തത നിലനിൽക്കുന്ന വിധത്തിൽ തന്നെയാണ് ഖുർആന്റെ വിവരണം എന്ന് കാണാൻ കഴിയും. ഒന്ന്, ആ ആളുകൾ എത്ര എണ്ണമായിരുന്നു എന്നത് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നില്ല. 7 ആവാൻ വലിയ സാധ്യതയുണ്ട് എന്നത് വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, എത്ര കാലമായിരുന്നു എന്നത്, അത് 300 വർഷങ്ങള് എന്ന ഒരു നിഗമനം, 309 വർഷങ്ങൾ എന്ന മറ്റൊരു നിഗമനം. ഇതിനെക്കുറിച്ച് വേറൊരു വായന വരുന്നത് 300 വർഷങ്ങൾ എന്ന് പറയുന്നത് സോളാർ
സിസ്റ്റം അനുസരിച്ചുള്ളതാണ്. ഏകദേശം 309 വർഷങ്ങളാണ് ലൂനാറിൽ ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉണ്ടാവുക എന്നൊരു നിരീക്ഷണമാണ്. അതിലൊരു പ്രശ്നം അടങ്ങിയിട്ടുള്ളത് ഈ 309 വർഷങ്ങൾ കൃത്യമായിട്ട് 300 സോളാർ വർഷങ്ങളുടെ ലൂനാർ സമയത്തിന്റെ കണക്കല്ല. 309 എന്നത് കൃത്യമല്ല. 309-നേക്കാൾ അല്പം കൂടുതലായിരിക്കും അത് കണക്ക് കൂട്ടി നോക്കിയാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിവരണം ആ നിലക്കല്ല എന്നതും മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഖുർആന്റെ ഈ കാലഗണനയിൽ ഈ സോളാർ കാൽക്കുലേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമയക്രമം വരുന്നില്ല. ലൂനാറാണ് അല്ലെങ്കിൽ ചന്ദ്രമാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കാലഗണന ഖുർആൻ അംഗീകരിക്കുന്നത്. സോളാർ സിസ്റ്റത്തില് വെച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാലഗണന അപര്യാപ്തതയുള്ളതും അതുപോലെ തന്നെ പിൽക്കാലത്ത് ചില സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയെടുത്തതും ഒക്കെ ആയിരിക്കണം. പക്ഷെ അത് കൃത്യതയില്ലാത്തതും പല സങ്കീർണത അടങ്ങിയിട്ടുള്ളതും പഴയ കാലത്തെ സമൂഹങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒരു നിലക്കും പറ്റാത്തതും ഒക്കെയാണ് എന്നതാണ് അതിന്റെ ഒരു പ്രശ്നം. അതിന് പ്രപഞ്ചത്തിന്റെ സൂചനകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കഴിയുന്ന ഒരു കാര്യമല്ല എന്ന ഒരു പരിമിതിയും അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേർഷൻസ്, ഒന്ന് സോളാർ ആണ് മറ്റത് ലൂനാർ ആണ് എന്ന് പറയുന്നതിൽ ഒരു അപര്യാപ്തതയോ അല്ലെങ്കിൽ അതിൽ കൃത്യതയില്ലായ്കയോ ഉണ്ട് എന്നതിനാൽ തന്നെ അതിന്റെ ആധികാരികതയും ഒരു സങ്കീർണത അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോ ഈ രണ്ട് ആയത്തുകളിലൂടെയാണ് ഈ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഇവിടെ അവസാനിക്കുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഖുർആന്റെ വിവരണത്തിൽ ഈ ആളുകളുടെ എണ്ണമോ അവർ കഴിച്ചുകൂട്ടിയ കാലത്തിന്റെ കണക്കോ ഒന്നുമല്ല പ്രധാനമായിട്ടുള്ളത്. മറിച്ച് അള്ളാഹു അവന്റെ ഔദാര്യവും കാരുണ്യവും വാഗ്ദാനം ചെയ്തത് അവൻ പാലിക്കുക തന്നെ ചെയ്യും എന്ന ഒരു കാര്യവും, അതുപോലെ മരണാനന്തരം മനുഷ്യന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അള്ളാഹുവിന്റെ അടുക്കല് ഹാജരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന ആഖിറത്ത് യൗമുൽ സാഴത്തും അതുപോലെ യൗമുൽ ഖിയാമയും അതിനെ തുടർന്നുള്ള ഉഖ്റവിയായ ആഖിറത്തിലെ ജീവിതവും ഉണ്ടാകും എന്ന കാര്യം ഖുർആൻ പറയുന്നത് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന ഒരു അനുഭവം കൂടിയാണിത് എന്നത് ആണ് ഇവിടെ ഊന്നി പറയുന്ന അല്ലെങ്കിൽ പ്രാധാന്യപൂർവ്വം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 25-26 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.